ശ്രീ ജ്യോതികുമാർ ചാമക്കാല, 4 ഘട്ടം പിന്നിടുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസിന് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടോ? ഇപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞതുകൊണ്ട് പല ആളുകളും ഇത് ഒരു വലിയ മോഡി തരംഗമില്ല എന്നതിൻ്റെ സൂചനയായി വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ തന്നെ ആകണമെന്നില്ല. എന്തായാലും മോദി വരും എന്നുള്ള നിലയിൽ മോദി വിരുദ്ധ വോട്ടുകൾ പോൾ ചെയ്യാതിരിക്കുന്നതുമാകാം. പിന്നെ നമ്മൾ എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം, BJP-യുടെയും RSS-ന്റെയും സംഘടനാ സംവിധാനം ഇപ്പോൾ നിലവിൽ ഇന്ത്യയിൽ ഒരു പാർട്ടിക്കുമില്ല. അപ്പോൾ അവരുടെ വോട്ടുകൾ പോൾ ചെയ്യാനുള്ള കേഡർ സ്ട്രെങ്തും മെക്കാനിസവും ഉള്ള പാർട്ടിയാണ്. മണിയും മെക്കാനിസവും ഉള്ള പാർട്ടി എന്നുള്ള നിലയിൽ, മെഷീനറിയും ഉള്ള പാർട്ടി എന്നുള്ള നിലയിൽ BJP-ക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് പോളിംഗ് കുറഞ്ഞാൽ ശരിക്കും പോൾ ചെയ്യാതിരിക്കുന്നത് ആരുടെ വോട്ടാകുമെന്ന ചോദ്യം വരുമ്പോൾ അത് ഇന്ത്യ മുന്നണിയുടേതാകാനല്ലേ കൂടുതൽ സാധ്യത? ഇങ്ങനെ നമ്മൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിനറിയോയിൽ ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞു. ദേശീയ തലത്തിൽ 4 ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം താങ്കൾ സൂചിപ്പിച്ചതുപോലെ 380 സീറ്റുകളിലേക്ക് പോളിംഗ് കഴിഞ്ഞു. ഇനി 3 ഘട്ടത്തിലായിട്ട് 163 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. നമ്മളിവിടെ സംസാരിക്കുമ്പോൾ ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞിടത്തുനിന്ന് ഞാൻ തുടങ്ങാം. നമ്മൾ ആരെയും ആക്ഷേപിക്കാതെ, ആരെയും ആക്രമിക്കാതെ തുടങ്ങാം എന്ന് പറയുമ്പോൾ താങ്കൾ അത് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് താങ്കളുടെ പ്രധാനമന്ത്രിയെയാണ്, താങ്കളുടെ നേതാവ് നരേന്ദ്രമോദിയെയാണ്. ഇവിടെ 1-ാം ഘട്ടമൊക്കെ വളരെ മര്യാദയ്ക്ക് പോയി ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടി, ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു, ഞങ്ങൾ ഭരണഘടന മാറ്റാൻ പോകുന്നു, ഞങ്ങളുടെ ഏകാധിപത്യ രാജ്യമാക്കാൻ പോകുന്നു എന്നൊക്കെ വീമ്പ് പഠിച്ചിരുന്നവർ 1-ാം ഘട്ടം കഴിച്ചപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, നമ്മൾ ഈ ചില സ്കൂളിലൊക്കെ ചില കാര്യങ്ങൾ തോൽക്കുമ്പോൾ കാണിക്കുന്ന വിഭ്രാന്തി ഉണ്ടല്ലോ, അത്തരം വിഭ്രാന്തി പിടിച്ച രീതിയിൽ പിന്നീട് പ്രധാനമന്ത്രിയും കൂട്ടരും ആരെയും എന്തും പറയുന്ന സാഹചര്യത്തിലേക്ക് പോയത് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നല്ല, അത് പ്രധാനമന്ത്രിയുടെയും കൂട്ടരുടെയും BJP-യുടെ ഭാഗത്തു നിന്നാണ് എന്ന കാര്യം ഞാൻ ജോർജ് കുര്യനെ അദ്ദേഹം അവസാനിപ്പിച്ച വാചകത്തിൽ തുടർച്ചയായി ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ അദ്ദേഹം പറയുന്നത് 2014 മോദി അധികാരത്തിൽ വരുന്നതിനെ സംബന്ധിച്ചും 2019 വന്നതിന് 2024 വരുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പറയുന്നതിനൊക്കെ വിരുദ്ധമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ, കഴിഞ്ഞ 2014 മോദി അധികാരത്തിൽ വന്നു, 2019 വീണ്ടും തുടർച്ചയായി അധികാരത്തിൽ വന്നു. ഇതൊക്കെ അപ്പോൾ ഇതെന്ത് പറയുമ്പോഴും അഭിലാഷ് മോഹൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരുടെ മേക്കിട്ടൊരു കയറിയിട്ടേ പോകുന്നുള്ളൂ. അത് അവരുടെ സ്വസിദ്ധമായ ശൈലിയാണ്. BJP-യുടെ നേതാക്കന്മാരെ സംബന്ധിച്ച് ദേശീയ തലത്തിലും അവർക്ക് അനുകൂലമായി നിൽക്കാത്തവരുടെ മേക്കിട്ട് കയറുന്നത് അവരുടെ ഒരു ശൈലി. സംസ്ഥാന തലത്തിൽ വരുമ്പോൾ CPM-നെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായി നിന്നില്ല, അവർ മേക്കിട്ട് കയറും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പാവങ്ങൾ, ഞങ്ങൾ നിങ്ങളുടെ ഒന്നും തോളെ കയറാനൊന്നും വരാറില്ല. ഏതായാലും ഇവിടെ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ 2004 അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. ഇന്ത്യ ഈസ് ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചാരണം നടത്തിക്കൊണ്ട്, ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തി, ഇതാ വീണ്ടും ഞങ്ങൾ അധികാരത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ തകർന്നടിഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞല്ലോ, ഞാനും ജോർജ് കുര്യനും നമ്മൾ ഈ പാനലിലിരിക്കുന്ന മുഴുവൻ ആളുകൾ വോട്ട് ചെയ്ത് കഴിഞ്ഞവരാണ്. നമ്മൾക്കൊരു കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി സംസാരിക്കാം. നോക്കൂ, തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസത്തിലെ പൊളിറ്റിക്കൽ സാഹചര്യമാണോ ഇപ്പോൾ ഇന്ത്യയിലുള്ളത്? ഇന്ത്യയിൽ ഒരു ഭരണമാറ്റത്തിനുള്ള സ്ഥിതി സംജാതമായിരിക്കുന്നു എന്ന് നിഷ്പക്ഷരായിട്ടുള്ളവർ, ഇപ്പോൾ ഞാൻ ഏത് ചർച്ചയിൽ പങ്കെടുത്താലും ഞാൻ ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് ജോർജ് കുര്യൻ BJP-യുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് പറയുക, അത് സ്വാഭാവികമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അഭിലാഷ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അഭിലാഷ് ഉൾപ്പെടുന്ന മാധ്യമ ഫെറ്റേണിറ്റി അതിലുള്ളവർ ഉൾപ്പെടെ, അതുപോലെ തന്നെ രാഷ്ട്രീയത്തെ നന്നായി വിലയിരുത്തുന്നവർ ഉൾപ്പെടെ, സാധാരണക്കാരുൾപ്പെടെ, ഓട്ടോ ഓടിക്കുന്നവരുൾപ്പെടെ, വെറും സാധാരണക്കാരുൾപ്പെടെ ദേശീയ തലത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന ഒരു ചർച്ച സംജാതമായിരിക്കുന്നു. അപ്പോൾ അത് 1-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ അതിനകത്ത് വ്യക്തത വന്നിരിക്കുന്നു. ഇനി അതിൻ്റെ പോളിംഗ് പെർസെൻറ്റേജിനെ സംബന്ധിച്ചൊക്കെയാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് എതിരായി വികാരമില്ലാത്തതുകൊണ്ടാണ് പോളിംഗ് കുറഞ്ഞു പോകുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് അത് പറയാം, തിരിച്ച് ഞങ്ങൾക്ക് പറയാം, എന്താ പറയുക, ഇത്തരത്തിൽ ഒരു തരംഗം, മോദി തരംഗം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നത്. പക്ഷേ വസ്തുതകളെ നമ്മൾ വസ്തുതകളായി വിലയിരുത്തണ്ടേ? ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സമനില തെറ്റിയ രീതിയിലല്ലേ ഓരോ ദിവസവും സംസാരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാവുന്ന കാര്യങ്ങളാണോ അദ്ദേഹം ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ വീണ്ടും എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ദേശീയ തലത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു, ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ്സാണ്, മറ്റന്നാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം മടക്കി കെട്ടിപ്പൂട്ടി അലമാരയിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ മുതൽ വർഗീയതയുമായിട്ട് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ എന്താ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? ദേശീയ തലത്തിൽ പോളിംഗ് കുറഞ്ഞാൽ ഞങ്ങൾ വർഗീയത കാർഡെടുത്ത് ഇവിടെ ഇല്ലാ കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ പോളിംഗ് കൂടുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതോ നിങ്ങൾ ജയിക്കുമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ആ കാലമൊക്കെ മാറിപ്പോയി ജോർജ് കുര്യൻ. ജനങ്ങൾക്ക് മോദി ആരാണെന്നും ജനങ്ങൾക്ക് BJP എന്താണെന്നും മനസ്സിലായി തുടങ്ങി. അവർ അതിൽ നിന്ന് മാറി ചിന്തിച്ചിരിക്കുന്നു. പതിയെ അതിൽ മാറ്റമുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഒരു സംശയവും വേണ്ട, നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കാം. ജൂൺ 4 തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ മനസ്സിലാകും ജനങ്ങൾ എങ്ങനെയാണ് വിധി എഴുതിയതെന്ന്. ഇത് എൻ്റെയോ താങ്കളുടെയോ മാത്രം അഭിപ്രായമല്ല, ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് നോക്കിയാൽ അവരെല്ലാവരുടെയും ഹിതം ഇതാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നത്. ശരി, ഓക്കെ, നമുക്ക് കാത്തിരുന്ന് കാണാം.